എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നീ ദേ പറയണ പോലെ ഒപ്പം ചെല്ലാൻ നോക്ക്. നീ ചെല്ലാത്തത് കൊണ്ട് ദേയ്ക്കൊരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയാം. മതി. ഇനി വേണോ? അമ്മയ്ക്ക് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, ഏട്ടനും അനിയനും കൂടി ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ട് എന്തായി? ചീരുവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ചീരുവിനെ ഞങ്ങൾ അപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് കണ്ടുപിടിച്ചു അമ്മേ. ഓ, അല്ല, അവള് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് എത്തിയത് വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോവാനോ അതോ വണ്ടിക്ക് തല വെക്കാനോ? അല്ല, എന്നിട്ട് അവളിപ്പോ എവിടെയാ? വിനയന്റെ വീട്ടിലേക്ക് എന്തായാലും അവളിപ്പോ പോവില്ലല്ലോ. അല്ല, ഇനി അനന്തമാഷ് വന്ന് രാത്രി തന്നെ അവളെ ഏറ്റെടുത്തോ? മാഷിന് അത്രയും ദൂരത്തു നിന്ന് എത്താൻ പറ്റാത്തോണ്ടല്ലമ്മേ ഇന്ദ്രേട്ടനെ വിളിച്ച് ഏൽപ്പിച്ചത്. ഞങ്ങൾ ചീരുവിനെ അനുവടത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി. അങ്ങനെ വരട്ടെ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ. വീണ്ടും ഒരു നാണോ ഇല്ലാതെ അനുപമയുടെ ഒട്ടാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു നിന്റെ ഏട്ടൻ. മോളെയും മരുമകനെ എങ്ങനെയെങ്കിലും വീണ്ടും ഒന്നിപ്പിക്കാൻ കാത്തു നിന്ന അനന്തമാഷ് കിട്ടിയ അവസരം ഉപയോഗിച്ചു. അങ്ങോട്ടൊരു പാലം ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ പാലത്തിലൂടെ കുറച്ചുനാൾ നിനക്ക് അക്കരയ്ക്ക് പോവാല്ലോ. ഓ, കളവമ്മാഷ് ഒട്ടയുടെ കണ്ണു കണ്ട വാദ്യര് തന്നെ. മതിയമ്മേ, ചീരുവിനൊരു ആപത്ത് വന്നപ്പോ ഏട്ടന്മാരെ രക്ഷിക്കാൻ പോയതിന് അമ്മ ഇങ്ങനെ അടച്ചാക്ഷേപിക്കണം. അവളെ രക്ഷിക്കാൻ ഏട്ടന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ. പിന്നെ അത് വലിയ കാര്യം തന്നെയാ. 2 അവാർഡ് അതിന്റെ പേരിൽ ഈ വീട്ടിലെത്താൻ പോകുന്നത് അനന്തമാഷിന്റെ വക ഇന്ദ്രനും ആ വിനയന്റെ വക സത്യനും. എന്തായാലും ചീരുവിനൊരു പ്രശ്നം വരുമ്പോ ഇപ്പോഴും ഓടിച്ചെല്ലാൻ എന്റെ മോൻ ഒരു മടിയുമില്ല. അതിൽ ഇവന്റെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും വിനയൻ ഇതറിയുമ്പോ ചുമ്മാ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇനി തല പൊക്കാനൊന്നും പോകുന്നില്ല. കൊടുക്കേണ്ടത് ഞങ്ങൾ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോട്ടെ, അമ്മ എന്തിനാ ഞാനും പ്രതിഭയും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? ഇനി അടുത്ത ചെക്കപ്പിന് പോകുമ്പോ ഞാൻ ഡോക്ടറെ കണ്ടാ പോരെ? അതുപോരാ, ഇന്ന് തന്നെ പോണം. നീ ഇവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേടി? താമസിച്ച് ചെയ്താൽ നിനക്ക് തന്നെ അതിന്റെ കേട്. അപ്പൊ അമ്മയ്ക്കിത് രഹസ്യമൊന്നും അല്ല. പരസ്യമായി തന്നെ പ്രതിഭ അബോർഷൻ ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുകയാണോ അമ്മ? ഇതിലെന്താ എത്ര ഒളിക്കാനുള്ളത്? മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിനെ മുളയിലെ നുള്ളിക്കളയണം. ഈ ആഴ്ച തന്നെ പോയ ഡോക്ടർ അതിനുള്ള മരുന്ന് കുറിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അമ്മ എന്തേ പറയുന്നേ? പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പ്രതിഭ പറഞ്ഞോ? നീ പറഞ്ഞോ പ്രതിഭ? ഇല്ല, അമ്മയെ പറഞ്ഞത് ഇതിപ്പോ വേണ്ടെന്ന്. അമ്മയ്ക്കിത് എന്താ? സത്യനും പ്രതിഭയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുമ്പോ അത് വേണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്നേ? അമ്മ ഇവളെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോയത് കുഞ്ഞിനെ വേണ്ടെന്ന് പറയാനാണോ? അതെടി, ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടിയാ. നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നമ്മുടെ കുടുംബം ഇപ്പൊ സമയദോഷത്തിന്റെ കൊടുമുടി നിൽക്കുക. ഈ ദശാസന്ധിയിൽ മുളപൊട്ടിയ ജീവൻ ചാവിള്ളിയായി ജനിക്കുമെന്ന് ഞാനൊരു ജോത്സ്യനോട് ചോദിച്ചപ്പോ പറഞ്ഞതാ. ജോത്സ്യന്മാർ അങ്ങനെ പലതും പറയും. അതൊക്കെ അമ്മ വിശ്വസിച്ചാ മതി. ദശാസന്ധിയാണ് പോലും. ആ സന്ധിയിലൂടെ നമുക്കൊക്കെ കടന്നു പോകാമെങ്കിലേ ഈ കുഞ്ഞു ജനിക്കും. ഇല്ലടി, ആർക്കും ഈ പ്രതിസന്ധി കാലത്തിലൂടെ അത്ര എളുപ്പം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ തെളിവാ നിന്ന നിൽപ്പ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത്. 4 ദിവസം ഞാൻ ബോധമില്ലാതെ ഐസിയുവിൽ കിടക്കേണ്ടി വന്നത് ഇവളുടെ വയറ്റിൽ ഇങ്ങനെ ഒരു ജീവൻ പൊട്ടിമുളച്ചതിന്റെ ദോഷം കൊണ്ടാ. ഞാൻ അതിൽ നിന്ന് ആരുടെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോന്നതാ. അല്ല, ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? അതിന് അമ്മയ്ക്ക് അറ്റാക്ക് വന്നില്ലല്ലോ. അത് അമ്മയുടെ അഭിനയായിരുന്നെന്ന് എനിക്കറിയാം. മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടന്നതാണെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഇല്ലാത്ത പഴിയൊന്നും എന്റെ കുഞ്ഞിന്റെ മേൽ കെട്ടിവെക്കാൻ നോക്കണ്ട. എന്താടി, എന്താ നീ പറഞ്ഞത്? ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കായിരുന്നോ? എടി, എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു അസംബന്ധം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? എടാ, നീയാണോ ഇവിടെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ഇതിലും ഭേദം ഒരു പാറക്കല്ലുകൊണ്ട് എന്നെ തലക്കടിച്ച് കൊല്ലായിരുന്നില്ലടാ. നീ കേട്ടില്ലടാ ഇന്ദ്ര, നീ കേട്ടില്ലേ ഇവള് പറഞ്ഞത്? നീ സോനയല്ലേ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നത്? നിങ്ങൾ ആരും പറയാത്ത ആരോപണം ഒരു ദിവസം പോലും എന്റെ കൂട്ടിരിക്കാത്ത ഇവള് പറയാൻ കാരണം എന്താടാ? ചോദിക്കടാ. എടി, 4 ദിവസം നിന്റെ അമ്മ ബോധക്കേട് അഭിനയിച്ച് കിടക്കുകയായിരുന്നെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോടി? ഉണ്ടോ? നിന്റെയൊക്കെ അറിവോടുകൂടിയാണോ ഇവള് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇല്ല, ഞങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ദേ പ്രതിഭേ, നീ അമ്മയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. എന്നോട് പോലും ഇതുവരെ സൂചിപ്പിക്കാത്തൊരു കാര്യം നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞേ പറ്റൂ. ഞാൻ അഭിനയിച്ചതിന് നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോടി? ഉണ്ടെന്ന്. തെളിവ് എന്റെ അച്ഛന്റെ കയ്യിൽ കാണും. ഓ, എന്റെ അച്ഛനാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഹോ, കടം കയറി മുടിഞ്ഞു അഭയാർത്ഥിയായി വന്നവന് ഈ നാട്ടിൽ പഴിച്ചു പോകാൻ ഞാനും എന്റെ മക്കളും സൗകര്യം ചെയ്തു കൊടുത്തതിന് അവൻ എന്നോട് ഇത് തന്നെ ചെയ്യണം. തന്തയും മോളും പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയില്ലോടി. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കെ. പ്രതിഭയോട് സുധനങ്ങൾ അങ്ങനെ വല്ലതും പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ചോദിക്കാം. ചോദിച്ചാ പോരാ, ഞാൻ അഭിനയിച്ചതാണെന്ന് അവൻ തെളിയിക്കണം. എന്നിട്ടേ സുശീല ഈ വീട്ടിൽ നിന്ന് ജലപാനം നടത്തൂ. അല്ല, എന്താ മഞ്ചാടി, നീ എന്താ ഇവിടെ? അല്ല, ജീവൻ രാജന്റെ വീട്ടിലെ താമസം നീ വേണ്ടെന്ന് വെച്ചോ? ആ വീട് ഞാൻ വേണ്ടെന്ന് വെച്ചാ ഞാൻ ഇവിടേക്ക് എന്തിനാ വരുന്നേ ആന്റി? എനിക്ക് എന്റെ വീട്ടിൽ പോയാ പോരെ.